2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് പാർലമെൻറ്റിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചാണ് ഈ 2 കന്യാസ്ത്രീകളെയും അറസ്റ്റ് ചെയ്തത്. ദിവസങ്ങൾ കഴിഞ്ഞു. ജാമ്യാപേക്ഷ ആദ്യം കീഴ്ക്കോടതിയിൽ എത്തി. മേൽക്കോടതി സെഷൻസ് കോടതിയിലാണ് പരിഗണിക്കേണ്ടതെന്ന് അവിടെ നിന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് സെഷൻസ് കോടതിയും ജാമ്യം പരിഗണിക്കാതെ അത് മേൽക്കോടതിയിൽ അല്ലെങ്കിൽ NIA കോടതിയിലേക്കൊക്കെ പോകണമെന്നുള്ള നിരീക്ഷണം കോടതി നടത്തുകയും ചെയ്തിരിക്കുകയാണ്. അജിംസ്, ഇത് വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. കാരണം NIA കോടതിയിലാണ് ഇത് വാദിക്കേണ്ടത്, ഇത് ജാമ്യ ഹർജി ചെല്ലേണ്ടത് എന്ന് കോടതി നിരീക്ഷിച്ചു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരുപക്ഷേ NIA കേസ് ഏറ്റെടുത്തേക്കുമെന്നുള്ള വാർത്തകളുമൊക്കെ വരുന്നു. അപ്പോൾ NIA കേസ് എടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ UAPA ഒക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം ഈ 2 കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. NIA ഈ സെനാരിയോയിലേക്ക് വരുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ ഒരു കാരണം, ഇത് സെഷൻസ് കോടതിയിലാണ് ബെയിൽ ആപ്ലിക്കേഷൻ വരുന്നത്, ജാമ്യാപേക്ഷ വരുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഷെഡ്യൂൾഡ് ക്രൈമിൻ്റെ സ്വഭാവത്തിലുള്ള ഒന്നാണ്. അപ്പോൾ അത്തരം കേസുകൾ, ഒരു ഇൻ്റർ സ്റ്റേറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണെങ്കിൽ അത്തരം കേസുകൾ വേണമെങ്കിൽ NIAക്ക് അന്വേഷിക്കാം, കേന്ദ്രം ആവശ്യപ്പെട്ടാൽ അന്വേഷിക്കാമെന്നൊരു ഇതുണ്ട്. അങ്ങനെയാണെങ്കിൽ NIAക്ക് അത് അന്വേഷിക്കാമെന്നില്ല. അതിന് നിർബന്ധമായിട്ടും UAPA ചാർജ് ചെയ്തിട്ടൊക്കെ അന്വേഷിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവിടെ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, സെഷൻസ് കോടതിക്ക് ഇത്രയും ഗൗരവമുള്ളൊരു സംഭവത്തിൽ, ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ള ഗൗരവമുള്ളൊരു കേസാണ്. അങ്ങനെയുള്ള കേസുകളിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാമോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഗൈഡ് ലൈൻ ഉണ്ടാകാം. അത് ഹൈക്കോടതിയിലാണ് പോകേണ്ടത് എന്ന് കരുതി സെഷൻസ് കോടതിക്ക് ആ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പാടില്ല എന്നില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ഷെഡ്യൂൾഡ് ക്രൈമിലെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിൽ പരിഗണിക്കേണ്ടതില്ല എന്ന് ഛത്തീസ്ഗഡിൽ മാത്രം എന്തെങ്കിലും ഒരു ഓർഡർ നിലനിൽക്കുന്നുണ്ടാകാം. അതല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോയി ജാമ്യാപേക്ഷ കൊടുക്കൂ എന്നുള്ളതായിരിക്കാം ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ NIA കോടതിയിൽ പോകാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സെഷൻസ് കോടതിയേക്കാൾ കുറച്ചുകൂടി മുകളിൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളൊരു കോടതിയെ നിങ്ങൾ സമീപിക്കൂ എന്നേ അതിനിപ്പോൾ തൽക്കാലം നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതായത് NIA കേസ് അന്വേഷിക്കുമെന്നോ UAPA ചാർത്തുമെന്നോ ഇപ്പോൾ നമുക്ക് അതിൽ ക്ലാരിറ്റി ഇല്ല. അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. അങ്ങനെ UAPA ഇട്ടിട്ടില്ല ഇപ്പോൾ ഈ കേസിൽ. മറ്റൊന്ന്, BJPയുടെ ഒരു ദൗത്യ സംഘം നിലവിൽ ഛത്തീസ്ഗഡിലുണ്ട്. ഇന്നലെ LDFൻ്റെയും UDFൻ്റെയൊക്കെ MPമാരും നേതാക്കളൊക്കെ അവിടെ പോയിരുന്നു. അപ്പോൾ ഇന്ന് പുറത്തു വന്നൊരു ചിത്രം, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ അനൂപ് ആൻ്റണി അവിടുത്തെ ആഭ്യന്തരമന്ത്രിയുമായി സംസാരിക്കുന്നൊരു ചിത്രം പുറത്തു വന്നിരുന്നു. അപ്പോൾ ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ച് ഈ FIR പിൻവലിക്കുമോ, അല്ലെങ്കിൽ കേസ് പിൻവലിക്കുമോ, അല്ലെങ്കിൽ ജാമ്യാപേക്ഷയിൽ ഛത്തീസ്ഗഡ് സർക്കാർ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുമോ എന്നൊന്നും നമുക്കിപ്പോഴും ഉറപ്പില്ല. നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ഒരു പോസ്റ്റിന് താഴെ അത് ഒരു വീഡിയോയും ചെയ്തിരുന്നു. വീഡിയോയിൽ സംസാരിച്ചാൽ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം വിശാലമായ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിനടിയിൽ വന്നിട്ട് BJP അനുഭാവികളും RSകാരും രാജീവ് ചന്ദ്രശേഖറിനെയും BJPയും ചീത്ത വിളിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? അവരവിടെ മതപരിവർത്തനം നടത്തുകയും ആളെ കടത്തുകയും ചെയ്യുന്നവരാണ്. കത്തോലിക്ക കന്യാസ്ത്രീകൾ നക്സലൈറ്റുകളെ സഹായിക്കുന്നവരാണ്. സ്റ്റാൻ സ്വാമിയുടെ സംഭവത്തിൽ അവരാരോപിച്ചതുപോലെ അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ. നിങ്ങൾക്ക് രാഷ്ട്രീയ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഗുണദോഷിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവാത്ത ഒരൊറ്റ കാര്യം, കഴിഞ്ഞ ഈസ്റ്ററിലും കഴിഞ്ഞ ക്രിസ്മസിലും ഡൽഹിയിലും കേരളത്തിലും അരമനകളിലും ബിഷപ്പ് ഹൗസുകളിലും കേക്കുമായി പ്രധാനമന്ത്രി മോദി പോയിരുന്നു. അതിനു മുമ്പ് JP നഡ്ഡ പോയിട്ടുണ്ട്. അതിനും വർഷങ്ങൾക്ക് മുമ്പ് വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയായിരുന്നപ്പോൾ അദ്ദേഹം പോയിട്ടുണ്ട് അരമനകളിൽ. ഇവിടെ എല്ലാ ബിഷപ്പ് ഹൗസുകളിലും BJP നേതാക്കൾ കേക്കുമായി ചെല്ലുന്നു, അവരുമായി സൗഹൃദം പങ്കിടുന്നു. കേരളത്തിൽ കാസ എന്ന പേരുള്ള ഒരു ക്രിസ്ത്യൻ സംഘടന BJPയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുസരിച്ച് സമൂഹത്തിൽ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിരിക്കെ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഈ 2 കന്യാസ്ത്രീകൾ കുറ്റക്കാരായി മാറിയത് എന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്. അവർക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നത്, ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഉയർന്ന ആശങ്കകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അവരെ അറ്റാക്ക് ചെയ്യുന്നൊരു സമീപനം കേരളത്തിലെയും BJPയും RSസും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇതുവരെ നമ്മൾ കണ്ടിരുന്ന വ്യത്യസ്തമാണല്ലോ ഇത് നമുക്ക് തോന്നും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിലെ BJPയുടെ സ്ട്രാറ്റജി, K. സുരേന്ദ്രൻ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്നതിന് തൊട്ടു മുമ്പ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ വിശദമായി അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം തുറന്നു പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം BJPയുടെ ഒപ്പം നിൽക്കാതെ BJPക്ക് ഒരു തരത്തിലുള്ള സാധ്യതയും കേരളത്തിലില്ല. അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിലിപ്പോൾ മുസ്ലിം മൈനോറിറ്റി, ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട്. അതിൽ മുസ്ലിം മൈനോറിറ്റി ഒരു തരത്തിലും BJPക്ക് അപ്രോച്ചബിൾ അല്ല. അപ്പോൾ ഞങ്ങൾക്ക് എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നത് ക്രിസ്ത്യാനികളെയാണ്. അവരെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ ആ സ്ട്രാറ്റജി ബി ജെ പിയുടെ മാത്രം സ്ട്രാറ്റജിയാണോ ആർ എസ് എസിൻ്റെ മൊത്തം സ്ട്രാറ്റജിയാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആർ എസ് എസിന് ആർ എസ് എസിൻ്റെ ഒരു അനുവാദം ബി ജെ പിക്ക് ഉണ്ടാകാം, അങ്ങനെ ഒരു സാധ്യതയ്ക്ക് വേണ്ടിയുള്ള അനുവാദം ഉണ്ടാകാം. പക്ഷേ അത് ബി ജെ പിയുടെ ഒരു പ്രൊജക്റ്റാണ്. ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ 35 സീറ്റെങ്കിലും നേടി അധികാരത്തിൽ വരാനുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷമായി 10-11 വർഷമായി മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ വർഷവും ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2024 837 അക്രമമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വർഷം ഇതുവരെ തന്നെ 350-ലേറെ അക്രമങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ കന്യാസ്ത്രീകളെ ഹരാസ് ചെയ്യുന്നത് മുതൽ റേപ്പ് മുതൽ ഈ കൺവേർഷൻ ആരോപിച്ച ആളെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുന്നത് മുതൽ ഈ 2025 ജനുവരിയിലാണ് യു പിയിൽ 2 മലയാളി ദമ്പതികളെ മതപരിവർത്തന നിയമപ്രകാരം 5 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. ഈ കഴിഞ്ഞ ജനുവരിയിലാണ്. അവർ തൊട്ട് വർഷമാണ് 2024 അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. ഈ കഴിഞ്ഞ മെയ് അവസാന വാരത്തിൽ ഒഡീഷയിൽ 90 വയസ്സായൊരു കത്തോലിക്ക പുരോഹിതനെ ആക്രമിച്ചു. അതായത് മഠം ആക്രമിച്ച് അവിടെ റോബറി നടത്തി ഇവരെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് അവരുടെ പരാതി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ മാസവും, അതായത് ദിവസം 1 എന്ന തരത്തിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ബഹളം, അതായത് ബി ജെ പി ദൗത്യ സംഘത്തെ അയക്കുന്നു, UDF എംപിമാർ ഛത്തീസ്ഗഡിൽ പോകുന്നു, CPM നേതാക്കൾ ഛത്തീസ്ഗഡിൽ ചെല്ലുന്നു. ഇങ്ങനൊരു ബഹളം നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. ഈ വർഷം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ആക്രമണം നടക്കുമ്പോഴും ഇങ്ങനെ ഒരു ബഹളം കേട്ടിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ മാത്രം ഈ ബഹളം വരുന്നതിൻ്റെ പിന്നിൽ പൊളിറ്റിക്കൽ കെമിസ്ട്രിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇതിൽ BJP ഇടപെടുന്നു. അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ ഇവർ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവർ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡ് പോലീസ്, ഒരു BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലീസ് ഇട്ട FIRൽ കേരള സംസ്ഥാന അധ്യക്ഷന് സംശയം വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ആക്രമണങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള വിമർശനവും ഉന്നയിക്കാത്ത, ഒരു തരത്തിലുള്ള ഐക്യദാർഢ്യവും ക്രിസ്ത്യൻ സമൂഹത്തിന് പ്രകടിപ്പിക്കാതെ BJP വളരെ പെട്ടെന്ന് ചാടിയിറങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ UDFും LDFും ഒരേ സമയം ഈ സംഭവത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിലേക്ക് പോകുന്നത്. ഇത് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സമീപകാലത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിൽ ക്രിസ്ത്യൻസ് ആക്രമിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് അതിൽ ഒരുപാട് ഡിനോമിനേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ 2025 അറസ്റ്റിലായ ദമ്പതികൾ അവർ പൊന്തക്കോസ്തുകാരാണ്. അപ്പോൾ ഒരു പൊന്തക്കോസ്തുകാരൻ അറസ്റ്റിലായാൽ, മതപരിവർത്തന ശ്രമം നടത്തി അറസ്റ്റിലായാൽ അത് ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാകുന്ന ഒരു പ്രശ്നമേ അല്ല. പൊന്തക്കോസ്തുകാർ എത്രയോ ആക്രമിക്കപ്പെടുന്നുണ്ട് ഉത്തരേന്ത്യ. അവന്മാർ മതമാറ്റം നടക്കുന്നതാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പിടിച്ചോട്ടെ, കാസയ്ക്കും അതേ അഭിപ്രായമാണുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ ഒഡീഷയിൽ ആക്രമിക്കപ്പെട്ട 90 വയസ്സായ വൃദ്ധനായ ഒരു പാതിരി, അദ്ദേഹം ലത്തീൻ കത്തോലിക്കനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന കത്തോലിക്കയിൽ ബഹുഭൂരിഭാഗം ലത്തീൻ കത്തോലിക്കരാണ്. ഇപ്പോൾ സ്റ്റാൻ സ്വാമിയെ പോലുള്ളവരാവട്ടെ മറ്റുള്ളവരാവട്ടെ. പക്ഷേ ഈ ജസ്യൂട്ടും ഇത് റോമൻ കത്തോലിക് റീത്തിൽ വരുന്നതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ അറസ്റ്റിലായ 2 കന്യാസ്ത്രീകൾ അവർ സിറോ മലബാർ സഭയിൽ നിന്നുള്ളവരാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സമീപകാല ഓർമ്മയിൽ സിറോ മലബാർ സഭയിൽപ്പെട്ട ഏതെങ്കിലും വൈദികൻ അല്ലെങ്കിൽ ഏതെങ്കിലും കന്യാസ്ത്രീ ആക്രമിക്കപ്പെടുന്നത് ഈ സമീപകാല ചരിത്രത്തിൽ ആദ്യമാണ്. എന്തുകൊണ്ടാണ് സിറോ മലബാർ സഭ വളരെ പ്രസക്തമാണെന്ന് ചോദിച്ചാൽ, അവരുമായിട്ടാണ് BJP അലയൻസിന് ശ്രമിക്കുന്നത്. അവരുടെ വോട്ടാണ് BJPക്ക് ആവശ്യമുള്ളത്. അവരുടെ അരമനകളിലാണ് അവർ കൂടുതലായി കയറുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, BJP സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ഈസ്റ്ററിലും ക്രിസ്മസിനും കേക്കുമായി പോയത് മൊത്തം സിറോ മലബാർ സഭയുടെ ആസ്ഥാനങ്ങളിലാണ്. ലത്തീൻ സഭയുടെ ആസ്ഥാനങ്ങളിൽ അവരധികം പോയിട്ടില്ല. എന്ന് മാത്രവുമല്ല, ലത്തീൻ സമുദായങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ, അതുപോലെ മറ്റ് റീത്തുകളിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റ് ഡിനോമിനേഷനിൽപ്പെട്ട പൊന്തിക്കോസ്താവട്ടെ അല്ലെങ്കിൽ CSI സഭാംഗങ്ങളാകട്ടെ, അവരൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടെ ഒരു ബഹളം ഉണ്ടാവാറില്ല. ഇവിടെ ആരും അതിൻ്റെ പ്രതിഷേധിക്കാറില്ല. അപ്പോൾ ഒഡീഷയിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിപക്ഷ VD സതീശൻ അവരെ പോയി സന്ദർശിക്കുകയും അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർ പ്രതിഷേധ പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. അതല്ലാതെ BJPയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ സവിശേഷമായി പ്രൊട്ടസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം BJP ഇതിൽ വളരെ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ടാണ്. BJP ദൗത്യ സംഘത്തെ അയക്കുന്നു. എന്തിന്? കാരണം അവരുടെ സമീപകാലത്തെ പ്രതീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായത്തിൽപ്പെട്ട 2 കന്യാസ്ത്രീകളാണ് അവർ അറസ്റ്റിലായിട്ടുള്ളത്. കാരണം ഈ സന്ദർഭത്തിൽ കാസയുടെ നിലപാട് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാസയുടെ മാത്രമല്ല, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പരമാധ്യക്ഷൻ, അഖിലേന്ത്യാ അധ്യക്ഷനാണ് ബിഷപ്പ്
ആൻഡ്രൂസ് താഴത്ത്, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂ താഴത്ത് എന്താണ് പറഞ്ഞത്? ഇത് BJP എന്ന പാർട്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് ഞങ്ങൾ കരുതുന്നതല്ല, ഇതങ്ങനെ സംഭവിച്ചു പോയി, അതായത് ദൗർഭാഗ്യകരമായ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അവിടെ ഭരിക്കുന്നത് BJP ആണെന്നോ, ആ BJP സർക്കാരിൻ്റെ സഖ്യകക്ഷിയായ ബജ്രംഗ് ദളാണ് ഇതിലെ പരാതിക്കാരെന്നോ, അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതൊന്നും അദ്ദേഹം മിണ്ടുന്നേ ഇല്ല. അപ്പോൾ ഒരു വശത്ത് ഈ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക നേതൃത്വവും കേരളത്തിലെ BJP. അതേസമയം ഇപ്പോൾ ഈ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ഇവർ മതപരിവർത്തനം നടത്തി എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന്. BJPക്ക് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ഡൽഹിയിൽ പോയിരുന്ന് പറയാൻ പറ്റില്ല, ഹിന്ദിയിലോ ഇംഗ്ലീഷോ പറയാൻ പറ്റില്ല. കാരണം അവിടെ അവരുടെ നിലപാട് വേറൊന്നാണ്. ഇത് ഈ പറയുന്ന ക്രിസ്ത്യൻ സ്നേഹം, BJPയുടെ ക്രിസ്ത്യൻ സ്നേഹം എന്ന് പറയുന്നത് കേരളത്തിൽ സിറോ മലബാർ സഭാംഗങ്ങളായ ക്രിസ്ത്യാനികളോട് മാത്രമുള്ളതാണ്. BJPയുടെയും കാസയുടെയും ഈ പറയുന്ന ക്രൈസ്തവ സ്നേഹം അത് കേരളത്തിൽ മുഴുവൻ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കും എന്ന് വെറുതെ വ്യാമോഹിക്കേണ്ട. അത് സിറോ മലബാർ സഭയിലെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് ഇപ്പോൾ കാണുന്ന രംഗങ്ങൾ തെളിയിക്കുന്നത്. ഇനി ഇതുകൊണ്ട് ഈ ദൗത്യസംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചു എന്നുള്ളതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേകം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പോയി അനൂപ് ആൻ്റണി കണ്ടാൽ അവിടുത്തെ ഛത്തീസ്ഗഡിലെ ആഭ്യന്തരമന്ത്രിയുടെ കണ്ണിൽ അനൂപ് ആൻ്റണി ആരാണ്? ഈസ് എ റൈസ് ബാഗ്. അതായത് അവിടെ മിഷണറി പ്രവർത്തനം നടത്തിയ ആളുകളെ മതം മാറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്ന ക്രിസ്ത്യൻ മതം മാറ്റ മാഫിയയുടെ ഒരാളായിട്ട് മാത്രമേ അവിടുത്തെ ആഭ്യന്തരമന്ത്രി ആരെ കാണൂ? BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണിയെ കാണൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടാവുമെന്നോ അവർ ഇടപെടുമെന്നോ ജാമ്യത്തിന് നിൽക്കുമെന്നോ ഇനി തൽക്കാലം കരുതാൻ നിവൃത്തിയില്ല. ഇനി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിക്ക് എന്തെങ്കിലും കനിവ് നൽകി അവർ ജാമ്യം കിട്ടിയാലായി എന്നേ പറയാനുള്ളൂ. അവസാനം ഇതിലിപ്പം BJP അല്ല ശരിക്കും വല്ലാത്തൊരു പ്രതിസന്ധിയിലെത്തിയിരിക്കുന്നത്, കേരളത്തിലെ BJP. അവർ പിന്നെ ഒരു വിധം ഞങ്ങളൊന്ന് ഒപ്പിച്ച് പോവുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ കൊളാക്കിയെന്നുള്ളൊരു മൂഡിലാണല്ലോ സംഭവം ഉള്ളത്. അല്ല, BJP മാത്രമല്ല, BJPയും സഭയും ഒരുപോലെ പ്രതിസന്ധിയിൽപ്പെട്ടൊരു സംഗതിയാണത്. അത് ആ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു വൈരുദ്ധ്യം, അവർ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു വൈരുദ്ധ്യം പുറത്തു ചാടുകയാണ്. അപ്പോൾ BJP അജിംസ് പറഞ്ഞ BJPയുടെ ഒരു ദേശീയ തലത്തിൽ, BJPയുടെ എന്നല്ല, ഈ മൊത്തത്തിലൊരു സംഘ് സൈക്ക് എന്താണ് ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിയുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ഥാപനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംഘ് പരിവാർ മൊത്തത്തിൽ അത് കൊണ്ടുവരുന്ന ഒരു ഐഡിയ എന്താണ്? ഇവന്മാർ ഭയങ്കര മതപരിവർത്തനം നടത്തുകയാണ്, പ്രശ്നമാണ് നാട്ടിൽ. ഇൻറ്റേർണൽ എനിമിയിലെ ഇൻറ്റേർണൽ ത്രെറ്റിലെ നമ്പർ 2 ആണല്ലോ അവർ. അപ്പോൾ നാഷണൽ ലെവലിലുള്ള ഒരു സംഘപരിവാറിൻ്റെ ഫ്രെയിമിനകത്ത് മോശം സ്ഥാനത്ത് അല്ലെങ്കിൽ ശത്രു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഏത് ഡിനോമിനേഷൻ ആവട്ടെ, ക്രിസ്ത്യാനികൾ. അപ്പോൾ ആ നിലക്കുള്ളൊരു അപ്രോച്ചാണ് അവർ സ്വീകരിച്ചതും എല്ലാ കാലത്തും സ്വീകരിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞത് ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ ഇവിടുത്തെ RSSൻ്റെ ചാനൽ വളരെ പെട്ടെന്ന് ചാർലി തോമസ് ജയിൽ ചാടി എന്നൊരു ബ്രേക്കിംഗ് അടിക്കണമെങ്കിൽ സൈക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാം. എങ്ങനെയാണ് അവരുടെ മനസ്സിനകത്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാകും. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് പിന്നെ ക്രിസ്മസ് ആഘോഷ സമയത്ത് ഡിസംബറിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഓർഗനൈസർ കവർ സ്റ്റോറി പുറത്തിറക്കുകയാണ്. ക്രിസ്മസ് വരുമ്പോൾ എന്താ കവർ സ്റ്റോറി? ഇത് വൻ പാരിസ്ഥിതിക മലിനീകരണമാണ് ഇവന്മാരുണ്ടാക്കുന്നത്. എന്താ പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുക? ക്രിസ്മസിൻ്റെ ഈ ക്രിസ്മസ് കാർഡിന് എത്ര മില്യൺ മരം മുറിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്രിസ്ത്യാനികളുടെ ഒരു സാധാരണ ആഘോഷത്തെ പോലും പ്രോബ്ലമൈസ് ചെയ്യുന്ന തരത്തിൽ അത് കവർ സ്റ്റോറിയാണ്. അത് കവർ സ്റ്റോറി പ്രസിദ്ധീകരിച്ച് അതാണ് അവരൊരു അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമല്ല കേട്ടോ, കേരളത്തിലും ഗോവയിലും ഒരു വ്യത്യസ്തമായൊരു അപ്രോച്ചാണ് സ്വീകരിക്കുന്നത്. അതെന്താ വെച്ചാൽ അവിടുത്തെ ഡെമോഗ്രാഫി ആണ് അതിൻ്റെ കാര്യം. സൈസബിളാണ്. കേരളത്തിലും ഗോവയിലും ക്രിസ്ത്യൻസ് പറഞ്ഞാൽ സൈസബിൾ പോപ്പുലേഷനാണ്. അവരുടെ പിന്തുണ വേണം ഭരണത്തിലെത്താൻ, ഭരണം നിലനിർത്താനും രാഷ്ട്രീയമായ വിജയം നേടാനും ക്രിസ്ത്യാനികൾ പിന്തുണ വേണം. അപ്പോൾ ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന പൊതു നിലപാടിന് വിരുദ്ധമായിട്ടുള്ളൊരു സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്, കേരളത്തിൽ സ്വീകരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഉണ്ടായ ക്ലാഷ് എന്ന് പറയുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറയാണ് അവർ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നത് കേരളത്തിലെ BJPയുടെ ബോധ്യമാണ് എന്നാണ് അദ്ദേഹം എഴുതുന്നത്. അതോടുകൂടി ഈ പടയുണ്ടല്ലോ, യഥാർത്ഥ സംഘം അവർ ചാടി ഇറങ്ങുകയാണ്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത് വെച്ചാൽ ഒരു സാധാരണഗതിയിൽ ഒരു പാർട്ടി പ്രസിഡൻറ്റിനോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും വിട്ടിട്ടുള്ള തെറിയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികൾ ഫേസ്ബുക്കിൽ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് സംഗതി?
ഇവിടെ സ്വീകരിക്കുന്ന ഈ രാഷ്ട്രീയ സ്ട്രാറ്റജി നേരത്തെ സ്വീകരിച്ച ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം കൂടുതൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് അതിലാണ്. അതാണ് അനൂപ് ആൻ്റണിയും ഷോൺ ജോർജും ഒക്കെ നേതൃസ്ഥാനത്ത് വരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി കൂടെ ഇല്ലാതെ ഇലക്ട്രൽ സക്സസ് സാധ്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പോസിബിൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസാണ്. അതുമായിട്ട് അലയൻസ് ഉണ്ടാവുക എന്നുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്, അതാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരൊക്കെ വളരെ പെട്ടെന്ന് നേതൃസ്ഥാനത്ത് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ നിലക്ക് പുള്ളി ചില കണക്ക് കൂട്ടലുകളും ചില കരുതലുകളും ചില പ്ലാനുകളൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് ഇടുത്തി പോലെ ഈ സംഗതി വരുന്നത്. അപ്പം ആ ഒരു ഡാമേജ് കൺട്രോൾ മോഡിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയാണ് ഈ പ്രസ്താവന വരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, അനൂപ് ആൻ്റണി അങ്ങോട്ടേക്കും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇപ്പുറത്ത് ഈ സംഘപുത്രന്മാരുണ്ടല്ലോ, അവർ ചെറുപ്പം മുതൽ അവർ വളർത്തപ്പെട്ട ഒരാശയമുണ്ടല്ലോ, അതെന്താണ്? അത് ക്രിസ്ത്യാനികൾക്കെതിരാണ്. അപ്പോൾ അത് തമ്മിലുള്ളൊരു സംഘർഷം, ആ ഒരു ഇതാണ് ഒരു ഭാഗത്ത് കാണുന്നത്. മറുവശത്ത് ക്രിസ്ത്യൻ നേതൃത്വം ഇതേ സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ഇപ്പം BJP-യോടുള്ള സമീപനം, BJP ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ആകമാനം ക്രിസ്ത്യാനികൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളോടുള്ള സമീപനം, അതിൽ ഡൽഹിയിലിരിക്കുന്ന ക്രിസ്ത്യൻ ഇൻ്റലക്ച്വൽസ്, ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റുകൾ, ക്രിസ്ത്യൻ സംഘടനകൾ അവർ സ്വീകരിക്കുന്ന സമീപനമല്ല കേരളത്തിലെ ക്രിസ്ത്യൻ സംഘടനകൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട്. ഇപ്പോൾ ജോൺ ദയാലിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വത്സൻ തമ്പുവിനെ പോലുള്ള ആളുകൾ, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോർ, ഇവരൊക്കെ ഡൽഹിയിൽ പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രത്യക്ഷ പ്രതിഷേധ പരിപാടി നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ വല്ലതും നടന്നു? കേരളത്തിൽ നടന്നില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സഭാ നേതൃത്വം ഇന്നലെ കേർഡിനാൾ പറഞ്ഞതുപോലെ ചങ്ങാത്തത്തിലായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ ചങ്ങാത്തം തുടരാൻ പറ്റില്ലെന്നാണ് കേർഡിനാൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചങ്ങാത്തമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യൻ നെറ്റ്വർക്കുകളും സ്വീകരിക്കുന്ന സമീപനത്തിന് വ്യത്യസ്തമായ സമീപനമാണ് കേരളത്തിലെ ക്രിസ്ത്യൻ നേതൃത്വം സ്വീകരിച്ചത്. BJP അങ്ങനെ തന്നെ ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന സമീപനം വിരുദ്ധമായ സമീപനം. എന്താണ് കേരളത്തിൽ സവിശേഷമായി ഇങ്ങനെ സമീപനം സ്വീകരിക്കാൻ കാരണം? അത് വിചിത്രമായുള്ളൊരു കാര്യമാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. കേരളത്തിലെ സഭാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിലെ സഭ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സഭയാണ്. കേരളത്തിൽ 18% ക്രിസ്ത്യാനികളുള്ളൂ എങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ് കേരളം. ഇന്ത്യ എന്നാൽ ലോകത്ത് തന്നെ ഇപ്പോൾ ഒരു ലോകതലത്തിലുള്ള കത്തോലിക്ക ആക്ടിവിസത്തിൻ്റെ ഒരു ഇതെടുത്ത് നോക്കിയാൽ അതിലേറ്റവും ശ്രദ്ധേയ സ്ഥാനമുള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പ്രധാനമായ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ സഭ പല സ്വഭാവത്തിലുള്ള ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്. ആ ക്രൈസിസിൽ മഹാഭൂരിപക്ഷവും ഇൻറ്റേർണൽ ക്രൈസിസാണ്, ആഭ്യന്തരമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ ആഭ്യന്തരമായ തമ്മിലടി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സമുദായം എന്നുള്ള നിലക്ക് അവരുടെ ആഭ്യന്തരമായ ദൗർബല്യങ്ങൾ, പലതരത്തിൽ ദൗർബല്യം. അപ്പോൾ അത്തരം ദൗർബല്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് സമുദായം, ഏത് ജനതയിലും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അവർക്കുണ്ടാകുന്നൊരു പാളിച്ചയാണ് ആ ദൗർബല്യങ്ങളെയും ആ പ്രതിസന്ധികളെയും മറക്കാൻ വേണ്ടിയിട്ട് ഒരു പുറം ശത്രുവിനെ സൃഷ്ടിക്കുക എന്നുള്ളത്. അവനാണ് കുഴപ്പമുണ്ടാക്കുന്നത്, അവനാണ് പ്രശ്നക്കാരൻ എന്ന് ചൂണ്ടിക്കാണിക്കുക. എന്നിട്ട് അകത്തെ പ്രശ്നങ്ങളെ മറച്ചു പിടിക്കുക, അതിന് കവചമൊരുക്കുക എന്ന് പറയുന്ന സമീപനം. അങ്ങനെ അവർ കേരളത്തിൽ മുസ്ലിങ്ങളെ ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ലവ് ജിഹാദിൻ്റെ പ്രചാരകരായി അവർ മാറുന്നു. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ പുതിയൊരു ഐറ്റം അവർ സൃഷ്ടിക്കുന്നു. ഇങ്ങനെ കേരളത്തിൽ സംഘപരിവാർ കേരള സ്റ്റോറി ഇറക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രദർശിപ്പിക്കുന്നത് ആരാണ്? ഇടുക്കി രൂപതയാണ്. അവർ സൗജന്യമായിട്ട് പ്രദർശനം നടത്തുകയാണ്. ഈ നിലക്ക് മുസ്ലിം വിരുദ്ധതയെ മറപിടിച്ച് അതുണ്ടാക്കി തങ്ങളുടെ പ്രശ്നങ്ങൾ മറച്ചു പിടിക്കാം എന്നുള്ള ഒരു ശ്രമത്തിലായിരുന്നു അവർ. ഇത് മാത്രമല്ല, ഫലസ്തീൻ്റെ കാര്യം എടുക്കുക. നമുക്ക് ഫലസ്തീൻ പ്രശ്നത്തിൽ ഇപ്പോൾ ഗസയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതിൽ ഫലസ്തീനിലെ സഭകൾ, അവിടെയും പറഞ്ഞതുപോലെ പല സഭകളുണ്ട്, പല ഡിനോമിനേഷൻ ഉണ്ട്. ഗ്രീക്ക് ഓർത്തഡോക്സ് ഉണ്ട്, പിന്നെ അർമീനിയൻസ് ഉണ്ട്, കാത്തലിക്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവിടുത്തെ ഫലസ്തീനിലെ ക്രിസ്ത്യാനികൾ വളരെ പ്രത്യക്ഷമായും വളരെ പ്രകടമായും വളരെ ശക്തമായും ഇസ്രായേലിൻ്റെ നിലപാടുകൾക്കെതിരാണ്. ഇസ്രായേലിൻ്റെ ഈ വംശഹത്യക്കും അതിക്രിയകൾക്കും എതിരായ നിലപാട്. എന്നാൽ കഴിഞ്ഞ വർഷം ഒരു ക്രിസ്മസ് ആഘോഷം പോലും വേണ്ടെന്ന് വെച്ചു. ഗസയിലെ മനുഷ്യരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷം പോലും വേണ്ടെന്ന് വെച്ചു. ഫലസ്തീനിലെ ക്രിസ്ത്യാനികളെ വിട്ടേക്കും. പോപ്പ് എടുത്ത നിലപാട് എന്താണ്? എത്ര ശക്തമായി എത്ര ആഴമുള്ള ഭാഷയിലാണ് അദ്ദേഹം ഫലസ്തീനികൾക്ക് സംസാരിച്ചത്. പക്ഷേ കേരളത്തിലെ സഭാ നേതൃത്വം പൊതുവെ, ഞാൻ ഒറ്റപ്പെട്ട മറുശബ്ദങ്ങളില്ലെന്നല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ സഭാ നേതൃത്വം പൊതുവെ എടുത്ത നിലപാട് എന്താണ്?
കാസക്ക് സമീപനമായ ഏതാണ്ട് കാസെടുക്കുന്ന ഏതാണ്ട് അതേ സമീപനം തന്നെയാണ് മുഖ്യധാരാ സഭാ നേതൃത്വവും പിതാക്കന്മാരും എടുത്തിട്ടുള്ളത്, ക്രിസ്ത്യൻ മാധ്യമങ്ങൾ എടുത്തിട്ടുള്ളത്. വളരെ പ്രത്യക്ഷത്തിൽ ഇസ്രായേലിൻ്റെ പക്ഷം ചേർന്നിട്ടുള്ള നറേറ്റീവ്സ് പ്രചരിപ്പിക്കാനാണ് തങ്ങളുടെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയ സ്പേസുകളിലൂടെയും തങ്ങളുടെ ഔദ്യോഗിക പത്രങ്ങളിലൂടെ പോലും അവർ ശ്രമിച്ചത്. ലോകതലത്തിൽ എവിടെയെങ്കിലും സഭ അങ്ങനെ സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? മാർപ്പാപ്പ അങ്ങനെ സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? വത്തിക്കാൻ അങ്ങനെ സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? ഫലസ്തീനിലെ സഭകൾ, ഫലസ്തീനിലെ ഏതെങ്കിലും ഒരു സഭ അങ്ങനെ സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെയില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട്. എന്തുകൊണ്ടാണ്? അത് RSSന് ഇഷ്ടപ്പെടുന്ന ഒരു നിലപാടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പുറം ശത്രുവിനെ സൃഷ്ടിച്ച് തങ്ങൾക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ, ആഭ്യന്തരമായ ദൗർബല്യങ്ങളെ മറച്ചു പിടിക്കാം എന്ന ഒരു ആലോചനയുടെ ഭാഗമായിട്ട് ആ ഒരു നറേറ്റീവിലാണ്, ആ ഒരു ആശയത്തിലാണ് കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിലെ സഭാ നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഉത്തരേന്ത്യയിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കാതിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്രത്തിലുള്ള ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യൻ നെറ്റ്വർക്കുകളും ദേശീയ തലത്തിലുള്ള ക്രിസ്ത്യൻ സംഘടനകളും പ്രതിഷേധിക്കുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോഴും കേരളത്തിലെ സഭാ നേതൃത്വം മൗനത്തിലായിരുന്നു. സമ്പൂർണ്ണമായി മൗനത്തിലായിരുന്നു മാത്രമല്ല, പലപ്പോഴും ഈ അതിക്രമകാരികളായിട്ടുള്ള സംഘപരിവാറിനോട് ചങ്ങാത്തം പുലർന്ന സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ ആ ഒരു സമീപനം അതിനും ഏറ്റിട്ടുള്ളൊരു പ്രഹരമാണിത്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരുപക്ഷെ നമ്മളുടെ ഓർമ്മയിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഒരു കേർഡിനലിൻ്റെ നേതൃത്വത്തിൽ റോട്ടിലിറങ്ങി മാർച്ച് നടക്കുകയാണ്. അങ്ങനെ ഒരു കേർഡിനൽ ഒരു പ്രതിഷേധ മാർച്ചിന് നേതൃത്വം കൊടുത്ത അനുഭവം കേരളത്തിൽ വളരെ വളരെ അപൂർവമാണ്. അതത്രയും അവർക്കത് മനസ്സിലായി. തിരുവസ്ത്രം ധരിച്ച പ്രായമായ 2 കന്യാസ്ത്രീകളെ ജാമ്യമില്ലാ വകുപ്പുകൾ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നോക്കൂ, ഇത്രയും കാലം എന്തായിരുന്നു? അതോ നമ്മുടെ മുറ്റത്തെത്തിയിരിക്കുകയാണ് ഇതെന്ന് മനസ്സിലാക്കുകയാണ്. കേരളത്തിൽ നിന്ന് പോയ കന്യാസ്ത്രീകളാണ്, സിറോ മലബാർ സഭയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. ഇത് ഇത്രയും കാലം കൂടുതൽ ആക്രമിക്കപ്പെട്ടത് പെൻഡക്കോസ്റ്റൽ ഇതിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻറ്റുകാരാണ്. അങ്ങനെയൊക്കെ ആശ്വസിക്കാമായിരുന്നു. അങ്ങനെയല്ല. അവർക്ക് പ്രൊട്ടസ്റ്റൻറ്റോ അല്ലെങ്കിൽ പെൻഡക്കോസ്റ്റാണോ ലാറ്റിൻ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അടിസ്ഥാനപരമായി ഇത് കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചർച്ചയിൽ BJPയുടെ ഔദ്യോഗിക വക്താവ്, പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഔദ്യോഗിക വക്താവ് ശങ്കുട്ടി ദാസ്, എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ മതപരിവർത്തനം ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് എന്തൊരു ചോദ്യം ആങ്കർ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളും BJPയും നിങ്ങളും സഭയും തമ്മിലുണ്ടാക്കിയ ബന്ധത്തെ ഇത് ബാധിക്കില്ലേ? മതപരിവർത്തനത്തിനുമായി ബന്ധപ്പെട്ട് ഇത്തരം വാദങ്ങൾ നിങ്ങൾ ഉന്നയിച്ചാലെന്ന് ചോദിക്കുമ്പോൾ BJPയുടെ വക്താവ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോക്കൂ, ഞങ്ങൾ കേരളത്തിലെ കേരളത്തിലെ സഭയുമായി ഞങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ നെസസിറ്റിയിൽ ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഉണ്ടായി വന്നിട്ടുള്ള സവിശേഷമായ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു ബന്ധം ഉണ്ടായി, ആ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഞങ്ങൾ ഇവർക്ക് സമ്പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്നു എന്നുള്ളതല്ല. അപ്പം സറണ്ടർ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനൊക്കെ പറയുന്ന തരത്തിൽ ഈ കന്യാസ്ത്രീകളോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്ത്യൻ സഭയ്ക്ക് സറണ്ടർ ചെയ്യലാണ് എന്ന് വിചാരിക്കുന്നവരാണ് സംഘപ്രസ്ഥാനങ്ങളിൽ മഹാഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഈ ക്രിസ്ത്യൻ BJP ഐക്യം എന്ന് പറയുന്നത് ഏച്ചു കെട്ടിയൊരു സംഗതിയാണ്. അത് മുഴച്ചു നിൽക്കും. അത് മുഴച്ചു നിൽക്കുന്ന ഒരു ചരിത്രപരമായൊരു പ്രധാനപ്പെട്ട സന്ദർഭം വന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രസക്തി. അതെനിക്ക് തോന്നുന്നു. യെസ്, ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരക്ഷരം മിണ്ടാത്ത ഒരു നേതാവുണ്ട്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ഈ സമൂഹത്തിൻ്റെ വോട്ട് വേണ്ടുവോളം വാങ്ങി വിജയിച്ച ആളാണ്. പേര് പറയേണ്ടതില്ലല്ലോ. അതോടൊപ്പം തന്നെ നിരപരാധികളായ ഒട്ടേറെ പേർ വിചാരണ പോലും നടക്കാതെ ഇന്ത്യയിൽ വിവിധ ജയിലുകളിൽ കഴിയുന്നത് കൂടി ഓർത്തുകൊണ്ട് ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുന്നു.